വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടപടിക്രമങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക്. കേന്ദ്രം അനുവദിച്ച വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിച്ച് സംസ്ഥാന സർക്കാർ കരാറുകളിൽ ഒപ്പുവച്ചു. കേരളത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് കരാറുകളിൽ ഒപ്പിട്ടത്. തുറമുഖത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 817.8 കോടിയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കരാറുകളിൽ ഒപ്പുവച്ചത്. മാർച്ച് അവസാന വാരത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് കേന്ദ്രവിഹിതം സ്വീകരിക്കാൻ തീരുമാനമായത്. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറും തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന്റെ 20% ലാഭവിഹിതം കേന്ദ്ര സർക്കാരുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിലുമാണ് ഒപ്പുവച്ചത്. VGF കരാറിൽ ഒപ്പിട്ടത് ചരിത്ര മുഹൂർത്തമാണെന്ന് തുറമുഖ മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും 2028ഓടെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി പൂർണ്ണ ലക്ഷ്യത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 2028 പൂർത്തീകരിച്ച് ഈ തുറമുഖം നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കരാറുകൾ ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ട സമയം സമാഗതമായിരിക്കും. അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള എൻവയോൺമെൻറ്റ് അംഗീകാരങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് VGF നമ്മൾ കൊടുത്തേ മതിയാവും. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി കാലതാമസം വരുത്താതെ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് അതോടൊപ്പം തന്നെ ഷെയർ ലിങ്കിങ്ങിലേക്കും വന്ന് നമ്മൾ ഈ പ്രോജക്റ്റ് എത്രയും വേഗം സാധ്യമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന ക്യാബിനറ്റ് കഴിഞ്ഞ മാസത്തിൽ തീരുമാനമെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമയം ലഭിക്കുന്നതിനനുസരിച്ച് ഉടൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് നടത്തുമെന്നും മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. സൈമ S, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.